CPM-ൽ മുമ്പ് സേവ് CPM ഫോറമൊക്കെ ഉണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും അതുപോലെ തന്നെ VB ചെറിയാനുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു സംഭവം. അതായത് എന്നിട്ട് ആ സംഭവം പുറത്തു വന്നു. സേവ് CPM ഫോറത്തിലെ അംഗങ്ങളായിരുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നതെയും VB ചെറിയാനുമൊക്കെ പാർട്ടി പുറത്താക്കി. അതൊക്കെ CPM-നകത്ത്. BJP-ക്കുള്ളിൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാലക്കാടൻ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിൽ സേവ് BJP എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മൗന സമ്മതത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ഫോറം അല്ലെങ്കിൽ ഈ സേവ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണെങ്കിൽ പോലും അവർ വളരെ രഹസ്യമായാണ് കോഴിക്കോട് നഗരത്തിൽ പല ഭാഗങ്ങളിലായി പോസ്റ്റർ പതിച്ചത്. എന്തായിരുന്നു ആ പോസ്റ്ററിൻ്റെ ഉള്ളടക്കമെന്ന് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ടാകുമല്ലോ. കുറുവ സംഘമുണ്ട്. കുറുവ സംഘത്തെക്കുറിച്ച് അറിയാം. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇവിടെ പകൽ മീൻപിടുത്തവും അതുപോലെ തന്നെ അല്ലറ ചില്ലറ കച്ചവടവുമായി നടന്നിട്ട് രാത്രികാലത്ത് ദേഹം മുഴുവൻ എണ്ണ തേച്ച് മാരകായുധങ്ങളുമായി വീടാന്തരം കയറി ഇറങ്ങി വലിയ കൊള്ള നടത്തുന്ന സംഘമാണ് കുറുവ സംഘം. അവരുടെ കണ്ണിൽപ്പെട്ടാൽ അവർ ആ ആളുകളെ ആക്രമിക്കും. അതൊക്കെ അറിയാം. പേടിപ്പെടുത്തുന്ന ആ കഥകൾ അറിയാം. ഈ ഇടയ്ക്ക് എറണാകുളത്തിനടുത്ത് വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ കുറുവ സംഘം BJP-യിലുണ്ട്. ആ കുറുവ സംഘത്തിൽപ്പെട്ടത് ആരൊക്കെയാണെന്ന് സേവ് BJP-ക്കാർ എഴുതി വച്ചിട്ടുണ്ട്. 1 K സുരേന്ദ്രൻ, 2 V മുരളീധരൻ, 3 P രഘുനാഥ്. P രഘുനാഥ് ആയിരുന്നു പാലക്കാട് പ്രഭാരി, പാലക്കാട് ഇലക്ഷൻ്റെ ചുമതലയുള്ള ഒരാൾ. കോഴിക്കോട് സ്വന്തം തട്ടകത്തിൽ ഒരു വാർഡ് കൗൺസിലർ പോലും ആകാത്ത ഒരാളാണ് രഘുനാഥ്. അയാളെ കൊണ്ട് അവിടെ പ്രഭാരിയാക്കിയപ്പോൾ തന്നെ മുതിർന്ന നേതാക്കളായ പലരും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇത് നടക്കില്ല, ഇയാൾ വിചാരിച്ചാൽ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ K സുരേന്ദ്രൻ്റെ അടുത്ത ആളായതുകൊണ്ട് K സുരേന്ദ്രൻ അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇറക്കി ഇലക്ഷന് ചുക്കാൻ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം AC മുറിക്കകത്ത് നിന്നെല്ലാം നിയന്ത്രിച്ചു. അവസാനം 8 നിലയിൽ പാർട്ടിയെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ട് തിരികെ വന്നു. ഈ സേവ് BJP-യുടെ ആളുകൾ പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഇലക്ഷനിൽ ജയിക്കുക മുഖ്യമായ അജണ്ടയല്ല. C കൃഷ്ണകുമാർ, അതായത് പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിന് പിന്നിൽ K സുരേന്ദ്രനും C കൃഷ്ണകുമാറും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട്. അത് കോടിക്കണക്കിന് രൂപയാണ് BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി കേരളത്തിന് അനുവദിക്കുന്നത്. കോടിക്കണക്കിന് രൂപ. ഈ കോടിക്കണക്കിന് രൂപയിൽ എത്ര കോടി ചെലവഴിച്ചു എന്നൊന്നും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. ബോധിപ്പിക്കുന്ന കണക്കിൽ കള്ളക്കണക്ക് എഴുതിയാലും പ്രശ്നമില്ല. അവരങ്ങനെ ചോദിക്കാറില്ല. ഇവിടെ വോട്ട് വിഹിതം കൂട്ടി ഒരാളെ പാർലമെൻറ്റിൽ എത്തിച്ചത് തന്നെ വളരെ പുണ്യമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇലക്ഷന് അവർ ധാരാളം പണം മുടക്കുന്നത്. ഈ ഫണ്ട് മുഴുവൻ വരുന്നത് സ്ഥാനാർത്ഥിയുടെ പേരിലും അതുപോലെ തന്നെ പാർട്ടി പ്രസിഡന്റിൻ്റെ പേരിലും ഇലക്ഷൻ ചുമതലയുള്ള പ്രഭാരിയുടെ പേരിലുമൊക്കെ ആകും ഈ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ പണം കൃത്യമായി അവർ വീതിച്ചെടുക്കും, പങ്കുവെച്ചെടുക്കും. അതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് കച്ചവടം. അതുതന്നെയാണ് സുരേന്ദ്രൻ്റെ ലാഭം, സുരേന്ദ്രൻ്റെ ആസ്തിയുടെ ലാഭം, C കൃഷ്ണകുമാറിൻ്റെ ലാഭം, അതുപോലെ രഘുനാഥിൻ്റെ ലാഭവുമൊക്കെ ഈ ഇലക്ഷൻ കാലത്ത് വരുന്ന ഫണ്ട് വകമാറ്റിയെടുത്ത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് ബിനാമികൾക്ക് കൊടുക്കുക, സൂക്ഷിച്ചു വെക്കുക. അധികാരം കിട്ടിയില്ലെങ്കിലും സമ്പത്ത് അവർക്ക് ധാരാളം കുമിഞ്ഞുകൂടുന്നതിന് കാരണം ഈ തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ സേവ് BJP-ക്കാർക്ക് അറിയാം. അവർ അതുകൊണ്ടാണ് പറയുന്നത് കുറുവ സംഘം, കൊള്ളക്കാർ, പാർട്ടിയെ കൊള്ളയടിക്കുന്നവർ, പാർട്ടിയെ മുൻനിർത്തി ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ കബളിപ്പിച്ച് ഇവിടെ കൊഴുത്ത് തടിക്കുന്ന കുറുവ സംഘമാണ് K സുരേന്ദ്രനും V മുരളീധരനും അതുപോലെ P രഘുനാഥും. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ BJP രക്ഷപ്പെടും. BJP രക്ഷപ്പെടണമെങ്കിൽ ഇവരെ പാർട്ടി ഒഴിവാക്കണം. K സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതുപോലെ V മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇനി കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ ആലോചിക്കാം, അല്ലാതെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് V മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു. V മുരളീധരനും K സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം K സുരേന്ദ്രനോട് പോയി ചോദിക്കൂ, തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് K സുരേന്ദ്രനോട് പോയി ചോദിക്കുമെന്ന് V മുരളീധരൻ പറഞ്ഞിരുന്നു. ഏതായാലും കോഴിക്കോട് നഗരത്തിൽ സേവ് BJP-ക്കാർ ഒട്ടിച്ച പോസ്റ്റർ ശോഭാ സുരേന്ദ്രൻ്റെ അറിവോടെ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പിൻബലം അവർക്കുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു കളിയാണ് സേവ് BJP ഫോറമൊക്കെ. അവർ പറയുന്ന കുറുവ സംഘത്തിൽപ്പെട്ട V മുരളീധരനും K സുരേന്ദ്രനും അതുപോലെ രഘുനാഥുമൊക്കെ ചില്ലറ നേതാക്കളല്ല, പിടിച്ചാൽ പിടികിട്ടാത്ത നേതാക്കളാണ്. കാരണം അവർക്ക് അത്രമാത്രം സമ്പത്തുണ്ട്, ആസ്തിയുണ്ട്, കേന്ദ്ര നേതൃത്വത്തിൽ പിടിപാടുമുണ്ട്.